ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു സീസണിൽ മാത്രം കിട്ടുന്നൊരു സാധനമാണ് നമ്മുടെ ഈ ഒരു നാട്ടുമാങ്ങ. ഈ ഒരു നാട്ടുമാങ്ങ വെച്ചിട്ട് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാനിതാ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞൊരു ചട്ടിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു അര കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ആദ്യം വേവിക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ചും കൂടെ വെച്ചെടുക്കാവേ. അപ്പോഴത്തേക്കും നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കണ്ടേ. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങായി എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് ജീരകവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരക്കണ്ടേ. അപ്പോൾ അന്നേരത്തേക്കും നമ്മുടെ മാങ്ങ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ തേങ്ങ അതാ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്ത നമ്മുടെ മാങ്ങയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാവേ. അപ്പം നമ്മുടെ മാങ്ങയും തേങ്ങയും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. തേങ്ങ ചേർത്തതിന് ശേഷം ഒരുപാട് പ്രാവശ്യം തിളപ്പിക്കേണ്ട, ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ അങ്ങനെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കാം കേട്ടോ. അപ്പോൾ അതാ മൺചട്ടി ആയതുകൊണ്ട് ഒരു ഇത്തിരി സമയം കൂടി തിളയ്ക്കും. അങ്ങനെ നമ്മുടെ തിളയൊക്കെ ഒന്ന് നിന്നതിന് ശേഷം നമുക്ക് കുറച്ച് തൈരും കൂടെ ചേർത്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ പുളിയും മധുരവും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് നല്ലൊരു അടിപൊളി കറിയാണ്. ഇത് നമുക്ക് കടുക് പൊട്ടിക്കണ്ടേ. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കടുകും കുറച്ച് ഉലുവയും കൂടെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചുവന്ന മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒഴിച്ച് കൊടുത്തതിന് ശേഷമേ ഒരു 10 മിനിറ്റ് നമുക്കിന്ന് അടച്ചും കൂടെ വെക്കാം കേട്ടോ. അങ്ങനെ അടച്ച് വെച്ചതിന് ശേഷം നമ്മളിതാ ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സീസണിൽ മാത്രം കിട്ടുന്ന നമ്മുടെ മാമ്പഴ പുളിശ്ശേരി എന്താ ടേസ്റ്റ് എന്നറിയുമോ. നിങ്ങൾ ഇതുപോലെയാണോ മാമ്പഴ പുളിശ്ശേരി വെക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ചോറിൻ്റെ സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരി. ഓക്കെ, ബൈ.